ഇതിപ്പോ വില എത്ര വരും? ഇതിന് ഓൾട്ടോന്റെ വില 1.10. 1.10. അതായത് 2009 പേപ്പറിലുള്ള വണ്ടി അല്ലേ? ഇതിപ്പോ നമുക്ക് എന്താ വില? 5 ലക്ഷത്തിന് താഴെ 4,90,000 രൂപയ്ക്ക് 2016 മോഡൽ 7 സീറ്റ് 490. എനിക്ക് തോന്നുന്നു ഇപ്പൊ 16 സ്വിഫ്റ്റിന് ഇപ്പോഴും ആ വില ഇല്ലേ ഉണ്ടാവും. 6,95,000 രൂപ നമ്മൾ റേറ്റ് 6.95 കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് കൊടുക്കാം അല്ലേ? ഇതിന്റെ വില 7.80. 7.80. കാരണം അതൊരു എന്താ പറയാ മാന്യമായ വില എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ സാധനം ഇത്രയും ക്വാളിറ്റികൾ കിട്ടൂല. 7 സീറ്റർ അല്ലേ? ഇത് നമ്മൾ 2.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. 2,50,000 രൂപയ്ക്ക് 16 മോഡലില് കിഡ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു രൂപ പോലും വേണ്ട, വരിക വണ്ടി എടുക്കാൻ പോവാ. ഇത് നമ്മൾ 2.60 കൊടുക്കാൻ പറ്റും. അതായത് 14 പെട്രോൾ വണ്ടിയാണ്. ഈ പെട്രോൾ വണ്ടിക്ക് ഒരു ഗുണമുണ്ട്, കംപ്ലൈന്റ് വളരെ കുറവല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളെ കുറച്ച് കാലങ്ങൾക്കിടയിൽ വയനാട്ടിൽ വെച്ച് നടന്നിട്ടുള്ള യൂസ്ഡ് കാർ മേളയിൽ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കാര്യമായ മേളകളൊന്നും നടന്നിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരു യൂസ്ഡ് കാർ മേള നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 250-ലധികം വണ്ടികൾ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 200 അടുത്തുള്ള ഇവിടെ ഉണ്ട്. ഇനിയും ഒരുപാട് അധികം വണ്ടികൾ വരാനുണ്ട്. അതായത് എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, വിലക്കുറവും ക്വാളിറ്റിയും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയാണ് അല്ലേ? അപ്പോൾ പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ലോ ബഡ്ജറ്റ് മുതൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 40,000 രൂപ മുതൽ ഇവിടെ വണ്ടികൾ അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് പഴയ മോഡൽ മുതൽ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വണ്ടികൾ വരെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് എക്സാക്റ്റ് ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയനാട് തന്നെയാണ്. കൽപ്പറ്റ ടൗണിൽ നിന്ന് നമ്മൾ മാനന്തവാടിക്കൊക്കെ പോകുന്ന കൈനാട്ടി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, റിലയൻസിൻ്റെ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെയായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. പരിപാടി ഇപ്പോൾ ഞാൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇന്ന് 20-ാം തീയതി ആയിരിക്കും. അതായത് ഡിസംബർ 31-ാം തീയതി വരെ ഈ ഒരു സംഭവം ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. നല്ലൊരു യൂസ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വയനാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അധികം ഈ പറഞ്ഞ മേളകളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ വില കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികൾ, ഞാൻ എപ്പോഴും പറയുന്നൊരു കേസുണ്ട്, യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കണം നിങ്ങൾ വിലക്കുറവ് എന്നുള്ളത് ആവശ്യമാണ്. പക്ഷേ അതിലുപരി നിങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കുക. അപ്പോൾ ക്വാളിറ്റിയുള്ള വണ്ടികൾ കുറച്ച് വില കുറച്ച് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഇടാവുന്നുണ്ട്. കുറച്ചധികം വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. അതായത് എടുത്തു പറയുന്നു, നിങ്ങൾ വണ്ടികളുടെ വില നോക്കിക്കോ. അതുപോലെ തന്നെ എല്ലാ വണ്ടികളും ഇപ്പോൾ ഇവിടെ കിടന്ന മുഴുവൻ വണ്ടികളൊന്നും കാണിക്കാൻ പറ്റില്ല. കുറച്ച് വണ്ടികൾ, അതായത് പിക്ക് ചെയ്തുള്ള കുറച്ച് വണ്ടികളെ കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഈ ഒരു മേള നടത്തുന്നത് നമ്മുടെ ഓട്ടോ വെഞ്ചറാണ്. ഓട്ടോ വെഞ്ചറിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൊടുവള്ളിയും അതുപോലെ തന്നെ പാവങ്ങാടൊക്കെ ഇവരുടെ ഷോറൂമുണ്ട്. അപ്പോൾ അവരാണ് വയനാട്ടിൽ അവരുടെ ഒരു പുതിയ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി നടത്തുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ. വിലക്കുറവുണ്ടോ എന്താ സ്ഥിതി എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിതിൻ ബ്രോ ആണ് നമുക്ക് കൂടെ ഉള്ളത്. നിതിൻ ബ്രോ, ഒരു കാര്യം ചോദിക്കട്ടെ? ഓൾമോസ്റ്റ് ഒരു 100-150 വണ്ടികളുണ്ടല്ലേ? സ്വാഗതം റോഡ് മാസ്റ്ററിലേക്ക്. അതായത് 100-250 വണ്ടി ഇപ്പൊ നിലവിലുണ്ടല്ലേ നമ്മളത്? എനിക്കൊന്ന് വയനാട്ടിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയൊരു പരിപാടി തന്നെ വേണം. ഞാനും കണ്ടിട്ടില്ല ഇതുവരെ ഇത്രയും വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. ഒന്നാലും നമ്മൾ ഓട്ടോ വെഞ്ചർ ഓപ്പൺ ആയതിന്റെ ഭാഗമായിട്ടല്ലേ? നമ്മളിപ്പോ 3 ബ്രാഞ്ചിൽ സ്റ്റോക്ക് മൊത്തം കൂടി മാറ്റിയതാണ്. കോഴിക്കോട് പാവങ്ങാടത്തെ മൊത്തം സ്റ്റോക്കും അതുപോലെ തന്നെ കൊടുവള്ളിത്തെ മൊത്തം സ്റ്റോക്കും കൂടാതെ കുറച്ച് പാർക്കിംഗ് വണ്ടികളും ഉണ്ടല്ലേ? ഒന്നിച്ച് വെച്ചിട്ട് ഒറ്റ കാര്യം അറിയേണ്ടതുള്ളൂ, അതായത് ക്വാളിറ്റി വണ്ടികൾ വില കുറച്ച് കൊടുക്കുമോ? അതെ, കൊടുക്കൂല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഈ ഒരു മേള കണ്ടക്ട് ചെയ്തതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അറിയാലോ, 4 മാസമായിട്ടുള്ളൂ നമ്മളിപ്പോൾ വയനാട് ബ്രാഞ്ച് തുടങ്ങിയിട്ട്. അപ്പൊ അതൊന്ന് ആളിലേക്ക് എത്തിക്കുക. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാക്സിമം വില കുറച്ച് കൊടുത്ത ആൾക്കാരിലേക്ക് ഓട്ടോമാറ്റിക് എത്തിക്കോളൂ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് നമ്മളെ നോർമൽ പ്രൈസ് ലിസ്റ്റ് ഇവിടെ മേളയിലിട്ട പ്രൈസ് നോക്കിയാൽ തന്നെ അറിയാം, എല്ലാ വണ്ടികൾക്കും 20-25,000 രൂപ മുകളിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. റേറ്റ് അനുസരിച്ച് ഞാൻ എന്റെ വീഡിയോയിൽ എപ്പോഴും പറയും, നിങ്ങൾ 10 രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി എടുക്കാം. അതെ, അപ്പൊ ആ 10 രൂപ കുറച്ചിട്ട് ഞങ്ങൾ നല്ല വണ്ടി കൊടുക്കും. അതാണ് മെയിൻ അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലേ എന്തൊക്കെയാന്നുള്ളത്. അതായത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോ അത്യാവശ്യം ഇപ്പൊ ഒരു വണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് എടുക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ടിയാഗോ മുതൽ അല്ലേ? ഇതൊക്കെ പുതിയ വണ്ടിയല്ലേ ശരിക്കും? അതെ, BRV 2018 മോഡലാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അല്ലേ? നമുക്ക് ഡീറ്റെയിൽ കുറച്ച് കണ്ട് പറഞ്ഞു കൊടുക്കാം. ഏതൊക്കെ വണ്ടികളുണ്ടെന്ന് മൊത്തത്തിൽ നമുക്ക് ഓടിച്ച് കാണിച്ചു കൊടുക്കാം ആദ്യം. അതായത് പുതിയ വണ്ടികൾ മുതൽ ഈ ശരിക്കും പറഞ്ഞാൽ ഏതൊരു പ്രൈസിലാണ് തുടങ്ങുന്നത്? നമ്മളെടുത്തൊരു 40,000 രൂപ മുതലുള്ള വണ്ടികൾ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. 40,000 രൂപ മുതലുള്ള വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഈ ഇതൊക്കെ നല്ല പുതിയ സോണറ്റ് വണ്ടികളൊക്കെ ഉണ്ടല്ലേ? അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വയനാട്ടിലൊക്കെ കൂടുതലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് വലിയൊരു വിലയുള്ള വണ്ടികളിലേക്കാൾ കൂടുതൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ തന്നെ നമ്മളെടുത്തൊരു 50 വണ്ടിന്റെ മുകളിൽ ഒരു 2 ലാഖിന്റെ ഉള്ളിൽ തന്നെയുള്ള വണ്ടികൾ ഒരു 50 വണ്ടി 2 ലാഖിൽ 50 വണ്ടി ഉണ്ട്. 50 വണ്ടി. അതൊക്കെ എന്ന് പറയുമ്പോൾ എന്താ അറിയോ, ഒരു ബൈക്ക് മാറ്റിയിട്ട് മഴ കൊള്ളാണ്ട് ബൈക്ക് എക്സ്ചേഞ്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എക്സ്ചേഞ്ച് കൊടുക്കും, ബൈക്ക് എക്സ്ചേഞ്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടോ. പിന്നെ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ക്വാളിറ്റി വൈസ് ഒരാൾ കുറ്റം പറയില്ലല്ലോ? ഇല്ല, ഉറപ്പല്ലേ? എല്ലാ വണ്ടികളും ആ ഒരു ഇതിൽ തന്നെ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 40,000 രൂപ വണ്ടി ആണെങ്കിൽ പോലും ഒരു പരിധി വരെയുള്ള ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യും അല്ലേ?
അല്ല ഈ 40,000 വണ്ടിക്കൊന്നും ഇപ്പോൾ മറ്റേ ഷോറൂം കണ്ടീഷൻ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അതിപ്പോൾ അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള നല്ല വണ്ടികൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ i20 ഒക്കെ ആണെങ്കിലും ഇതൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിനൊക്കെ നമ്മളൊരു വർഷം വാറണ്ടിയും 1 ഇയറിലേക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഈ പിന്നെ യൂസർക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ എന്താന്ന് പറഞ്ഞേ? അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ആ ഒരു സമയം വരെ എഞ്ചിൻ, ഗിയർ ബോക്സ്, AC, ഇലക്ട്രിക്കൽ പാർട്സ്, ഫോർ എക്സാമ്പിൾ ECM പോലുള്ള സാധനങ്ങൾക്കൊക്കെ വലിയ എമൗണ്ട് വരുന്ന സാധനങ്ങളാണ്. അതൊക്കെ നമ്മൾ വാറണ്ടിയിൽ ഉൾപ്പെടും. പിന്നെ അതുപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, നമ്മളിപ്പോൾ ഈവൻ ഫ്യൂവല് ഒരു റിമോട്ട് ഏരിയയിൽ ഇപ്പോൾ ഫ്യൂവല് തീർന്ന് കുടുങ്ങിയാൽ പോലും, അല്ലെങ്കിൽ ഒരു പഞ്ചറായി കുടുങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ബാറ്ററി ഡൗൺ ആയി കുടുങ്ങിയാൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്മൾ ഇന്ന് മാർക്കറ്റിലുള്ള ഒരുവിധം എല്ലാ വേരിയന്റും എല്ലാ വണ്ടികളും ഇവിടെ ഇല്ല ഇപ്പോൾ. ഒരുവിധം എല്ലാം മേക്കും, ഓട്ടോമാറ്റിക്, മാനുവൽ, IMT, അങ്ങനെ എല്ലാ കമ്പനികളുടെ വണ്ടികളും. അതെ, ഡീസലും പെട്രോളും എല്ലാം ഉണ്ടല്ലേ? അതെ. പ്രശ്നമൊക്കെ ഉണ്ടോ നിങ്ങൾ? ഇതൊക്കെ നല്ല പുതിയ വണ്ടിയൊക്കെ ചെറിയ പൈസ കേട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം എന്താ പറയുക, SUV മുതലും ഈ കെട്ടൊക്കെ ആണെങ്കിലും അല്ലേ? ഡീസൽ വണ്ടികളൊക്കെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഡീസൽ വണ്ടികളുണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക്കൽ വണ്ടികളുണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക്കൽ വണ്ടികളുണ്ട്, പെട്രോൾ മാനുവൽ, പെട്രോൾ IMT, എല്ലാ സാധനങ്ങളും നമ്മളെ കയ്യിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ മതി. വണ്ടി എടുക്കണം ആഗ്രഹമുള്ള ആൾ വന്നു കഴിഞ്ഞാൽ സെലക്ഷനിൽ ഒരു കുറവില്ല, കൊടുത്തേ വിടുള്ളൂ. ലോണിന്റെ സ്ഥിതി എന്താ? ലോണ് നമ്മൾ 90% to 100% വരെ ഫിനാൻസ് ചെയ്യാനുള്ള വണ്ടികളും നമ്മളെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. കസ്റ്റമറെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് അതാണ് മെയിൻ. അതായത് ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയും ഈ വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടുന്നൊക്കെ പറയും. അത് നിങ്ങൾക്ക് കിട്ടിക്കോണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ കിടക്കുന്ന കിഡ് നമ്മൾ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. കസ്റ്റമർ പ്രൊഫൈൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് ലോൺ. അത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് കിട്ടും. അടിപൊളി കേട്ടോ. അതൊക്കെ നല്ല ക്വാളിറ്റി വണ്ടികളാണ്. അതുപോലെ തന്നെ ഈ i10 ഒക്കെ ആണെങ്കിലും പിന്നെ ബാക്കോട്ട് പറയാനാണെങ്കിലും ഒരുപാടുണ്ട് കേട്ടോ. മൊത്തം പറഞ്ഞു തീർക്കാൻ നമുക്കൊരു മിനി സീരിയൽ തന്നെ വേണ്ടി വരും അല്ലേ? കുറച്ച് വണ്ടികൾ നമ്മൾ നല്ല കാണിക്കുക. ബാക്കി ഇവിടെ വരുന്നതൊക്കെ ഏകദേശം ഈ ഒരു രീതി തന്നെയാണെന്നുള്ള ഒരു ഇതെല്ലാം കൂടെ വരും. അതായത് നമ്പർ 3, 4 വെച്ചിട്ടുണ്ട്. എന്ത് ഡീറ്റെയിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അല്ലേ? നമ്മുടെ അടുത്തുള്ള അതിന്റെ കാറ്റലോഗ് ഉണ്ടോ? എല്ലാ കാറ്റലോഗും ഉണ്ട്. എത്ര വണ്ടീന്റെ കാറ്റലോഗ് ഉണ്ട്? എത്ര വണ്ടിന്റെ വെച്ചാൽ അറിയാലോ, പ്രായോഗികമായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഓൾമോസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും അപ്പം തന്നെ ഏത് വണ്ടിയാണോ എൻക്വയറി ഉള്ളത് പറഞ്ഞാൽ മതി. നമ്മളെ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ വണ്ടികൾ കൊണ്ടുവന്ന മാതിരി തന്നെ നമ്മളെ മൊത്തം സ്റ്റാഫും ഇവിടെ ഉണ്ട്. പാവങ്ങാട് ബ്രാഞ്ചിലെ സ്റ്റാഫും, കൊടുവള്ളി ബ്രാഞ്ചിലെ സ്റ്റാഫും, കൽപ്പറ്റ ബ്രാഞ്ചിലെ സ്റ്റാഫും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് വയനാട്ടിൽ വന്ന് കുറച്ച് ദിവസം തണുപ്പെടുത്ത് താമസിക്കുകയും ചെയ്യുക, കാര്യങ്ങളും നടക്കും അല്ലേ? അത് കൊള്ളാട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും നേരെ നോക്കിയോ, കുറച്ച് വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി പ്രൈസിലുള്ള വണ്ടികൾ കേട്ടോ. നിതിൻ ബ്രോ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കിഡൻ കാണിച്ചു കൊടുത്താലോ? ഇതിപ്പോൾ ശരിക്കും എന്താ മോഡൽ? 2016 മോഡലാണ്, ഓട്ടോമാറ്റിക് ആണ്. 16 ഓട്ടോമാറ്റിക്. അതെ. ഇതിന്റെ ഫസ്റ്റ് വണ്ടിയാണ്. അതെ. കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ 80 അല്ലേ? 80,000 കിലോമീറ്റർ ഓടി. കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ല? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേറെ കാര്യം ചോട്ടെ, ഇപ്പൊ വണ്ടിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല. ഏത് വണ്ടിന്റെ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഇന്ത്യയിൽ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, വെറുതെ ഒരുപാട് സമയം കളയണ്ട. ഒക്കെ നോർമലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽ കൂടുതൽ വേണമെങ്കിലും അയച്ചു കൊടുക്കും അല്ലേ? ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 75% ഉണ്ട്. ഇതിപ്പോ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഉറപ്പാണ്. അതും ഓട്ടോമാറ്റിക് AMT വണ്ടി. ഓട്ടോമാറ്റിക് ഏകദേശം ഒരു 18-20 മൈലേജും കിട്ടും അല്ലേ? 18 വരെയൊക്കെ മാന്യമായ ഉപയോഗത്തിൽ. ഓക്കെ. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമ്മൾ 2.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. 2,50,000 രൂപയ്ക്ക് 16 മോഡലില് കിഡ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു രൂപ പോലും വേണ്ട, വരിക വണ്ടി എടുക്കാൻ പോവാ. അതായത് ഈ നല്ല പ്രൊഫൈൽ എന്ന് പറയുന്നത് വേറെ ഡ്യൂ ഒന്നും ഇല്ലാത്ത അല്ലേ? നല്ല സ്കോർ, അത്യാവശ്യം ട്രാക്ക് ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല. അതിപ്പോ ഒരുപാട് ട്രാൻസാക്ഷൻ വേണം ബാങ്കിൽ, അങ്ങനെ വേണം എന്നൊന്നല്ല, നോർമൽ ഡിഫോൾട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് ലോൺ നമുക്ക് ബാങ്കുകാർ നോക്കുമ്പോൾ ഉടായിപ്പാൻ തോന്നാത്തതൊക്കെ കിട്ടും അല്ലേ? ബേസിക്കലി പറഞ്ഞത്. അപ്പൊ ഫുൾ ലോണിൽ എടുത്തോണ്ട് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടേക്ക് മാസം ഒരു 10,000-6,000 രൂപ അടയ്ക്കാണ്ടെങ്കിൽ മതി അല്ലേ? ഉണ്ടാവുള്ളൂ. 5 ഇയർ വരെ നമുക്ക് വാറണ്ടി കൊടുക്കും. അല്ല സോറി, 1 ഇയർ വാറണ്ടി അല്ല, 1 ഇയർ വാറണ്ടി അല്ല, നമുക്ക് 5 ഇയർ വരെ ഫിനാൻസ് കൊടുക്കാൻ. അല്ല, ഫിനാൻസ് കിട്ടും എന്തായാലും. 16 മോഡലാണല്ലോ ഇത്. പിന്നെ വാറണ്ടി ഉണ്ടാവോ? വാറണ്ടി വേണമെങ്കിൽ എടുക്കാൻ പറ്റും. സോറി, 16 മോഡൽ. 17 മുതലാണ് നമുക്ക് വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡീഷണൽ പേയ്മെന്റിലൊക്കെ 6 മാസം അങ്ങനെ കിട്ടൂല അല്ലേ? 17 മുതലല്ല വണ്ടി കൊടുക്കാം. അടിപൊളി. പക്ഷേ അതിനൊന്നും കംപ്ലൈന്റ് ഒന്നും വരാനൊന്നും ഇല്ല അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി പ്രൈസിൽ ഒരു കിലോ വണ്ടി കാണിച്ചു തരാം. i10 അല്ലേ? 2014 മോഡൽ ആസ്റ്റ ഓപ്ഷണലാണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് പുഷ് ബട്ടൺ വരും. നല്ല അടിപൊളി ടയറൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ ഇത് കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? ഇത് ഒന്നിനടുപ്പിച്ച്. ഇതൊക്കെ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? പിന്നെ 14 വണ്ടിയാണ്, മോശമൊന്നുമില്ല. ഈ തട്ടിയിട്ട് മുട്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഇതിലും മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? പിന്നെ ഇതിപ്പോൾ നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ 2.60 കൊടുക്കാൻ പറ്റും. അതായത് 14 പെട്രോൾ വണ്ടിയാണ്. ഈ പെട്രോൾ വണ്ടിക്ക് ഒരു ഗുണമുണ്ട്, കംപ്ലൈന്റ് വളരെ കുറവല്ലേ? അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ള 1 ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 10 വർഷം കൊണ്ടാണല്ലോ. ഒരു 2 അല്ല 3 അടുത്തൊക്കെ ലോൺ കയറില്ല. എന്തായാലും നമ്മൾ ഈ പ്രൈസിന്റെ മുകളിലേക്ക് കയറും. അതാണ് ലോൺ. പക്ഷെ അങ്ങനെ എടുക്കാൻ ആരോടും പറയുന്നില്ല. ഫുൾ ലോൺ കിട്ടും, നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അല്ലേ? വണ്ടി ക്വാളിറ്റി അല്ലേ? നല്ല വണ്ടിയാണ്, ഒന്നും പറയാനില്ല. അത് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് എടുത്തോളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ കഥ പറഞ്ഞെന്ന് പറഞ്ഞാലും ചെക്ക് ചെയ്തോളൂ അല്ലേ? വന്നിട്ട് വേണമെങ്കിൽ ഷോറൂമിലോ
അല്ലെങ്കിൽ അറിയുന്ന വർക്ക്ഷോപ്പിൽ എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് എനിക്ക് തോന്നുന്നു ഇവന്നൊരു ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു എല്ലാ ആ ഒരു സറൗണ്ടിങ്സ് ഒരു 5 കിലോമീറ്റർ സറൗണ്ടിങ്സ് തന്നെ എല്ലാ ഒരു മുട്ടിൽ കാക്കവല ആ ഒരു ഏരിയയിൽ എല്ലാ ഷോറൂമും ഉണ്ട്. വരിക, വന്നിട്ട് വണ്ടി ഓടിച്ചു നോക്കുക, ചെക്ക് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. 260 14 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? നമ്മളിപ്പോൾ കുറച്ച് ചെറു വണ്ടികൾ കാണിച്ചു അല്ലേ? അത്യാവശ്യം നല്ല പ്രൈസ് ബെനിഫിറ്റ് ഉള്ള മോഡൽ കൂടിയിട്ടുള്ള കുറച്ച് വലിയ വണ്ടികൾ കാണിച്ചു. നല്ല കിടിലൻ സാധനം. ഈ ടെറാന നിങ്ങൾ നോക്കിക്കോട്ടോ, ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത. ഇത് മോഡൽ ഏതാ? 2018 ആണ്, 19 രജിസ്ട്രേഷൻ. 18 എനിക്ക് തോന്നുന്നു ഈ ഒരു വേരിയന്റ് വണ്ടിയിൽ ലാസ്റ്റ് വണ്ടി ഇതും ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ ആണ്, 77,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ അല്ലേ? നല്ല ക്ലീൻ ആണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതാ ഇതിന്റെ ടയറൊക്കെ നോക്കിയേ, നല്ല കട്ട ടയർ. എടുത്തുകൊണ്ട് പോകുന്ന ഒരാളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ മോശമല്ലാത്തൊരു മൈലേജ് ഉള്ള വണ്ടി. ഒരു 15 കിട്ടും, കിട്ടൂലേ? പിന്നെ 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. അത്രയും കിട്ടും അല്ലേ? പിന്നെ ഡീസലും ആണ്, അതുകൊണ്ട് ഗുണമുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ, ഒരു സാധനമില്ല. വിലയോ 7.5 ലക്ഷം രൂപ. 7.5 ലക്ഷം രൂപ. ഒരു എന്താ പറയാ, സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലേ? കുറവാന്ന് ഞാൻ പറയുന്നില്ല അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? അല്ല, അതങ്ങനെ കുറവാന്ന് ഞാൻ പറയുന്നില്ല. കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമില്ല, ഈ ക്വാളിറ്റിയിൽ കിട്ടൂല. അതെ, അത് മാത്രമല്ല ഈ ഒരു ബഡ്ജറ്റിൽ നമ്മളൊരു ക്രെറ്റയിലേക്ക് നോക്കുമ്പോൾ 18 ഓട്ടോമാറ്റിക് കിട്ടണമെന്നുണ്ടെങ്കിൽ 10ന്റെ മുകളിലേക്ക് റേറ്റ് വരും. ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടി. എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റിയാണ്. ഒന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾ വന്ന ചെറിയൊരു സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ഒക്കെ ആവൂലേ? ചെറിയ തോതിൽ. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വണ്ടികളും നമ്മൾ മേളയ്ക്ക് ആയിട്ട് സെപ്പറേറ്റ് പ്രൈസിംഗിലാണ് പെട്ടത്. 1 ഇയർ വാറണ്ടി കൊടുക്കാമല്ലോ അല്ലേ? 1 ഇയർ വാറണ്ടി കൊടുക്കാം. അടിപൊളി. അപ്പോൾ ധൈര്യമായിട്ട് എടുത്തോട്ടെ, നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്രെറ്റ ഉണ്ടല്ലോ. ക്രെറ്റ പെട്രോൾ ആണ്, 2018 മോഡൽ SX മാനുവൽ. ലോ കിലോമീറ്റർ ആയിരിക്കും അല്ലേ? കിലോമീറ്റർ 36,000. അതാണ് 18 SX എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ, 18 എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് വണ്ടി. ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഷേപ്പ് മാറി. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാമല്ലോ അല്ലേ? എങ്ങനെയാണെങ്കിലും ചെക്ക് ചെയ്തോളൂ. ഓക്കെ. പിന്നെ ഈ എനിക്ക് തോന്നുന്നു ഈ ഹ്യുണ്ടായി വണ്ടിയിൽ പെട്രോൾ വണ്ടിയിൽ ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജ് പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഭയങ്കര കംഫർട്ട്. നമ്മൾ എത്ര കിലോമീറ്റർ ഓടിച്ചാലും ഒരു ക്ഷീണം വരില്ല. സത്യം പറഞ്ഞാൽ കാശ് ഉണ്ടെങ്കിൽ ഒരു ക്ഷീണമില്ല. ഒരു 10-12 പ്രതീക്ഷ മതി മൈലേജ്. 12 കിലോമീറ്റർ 13 കിലോമീറ്റർ ഓട്ടോമാറ്റിക് അല്ലേ പറഞ്ഞേ? മാനുവൽ ആണല്ലേ? അപ്പോൾ ഒരു 13 ഒക്കെ എന്തായാലും കിട്ടും ഹൈവേയിലൊക്കെ. മോശമൊന്നുമില്ല. ഇത് നമുക്ക് എന്താ വില? നമ്മൾ 7,90,000. 7,90,000 രൂപയ്ക്ക് നമുക്കിതാ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? അതും ലോ കിലോമീറ്റർ പെട്രോൾ. ഓക്കെ. അതുപോലെ തന്നെ ഇതാ ഒരു വണ്ടി കൂടി കാണിച്ചു തരാം. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇടിക്കട്ട 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ടാറ്റാൻ്റെ നെക്സോൺ ആണ്. പഴയ ഷേപ്പാണ് കേട്ടോ. ഇത് മോഡൽ ഏതാ? 2019 മോഡൽ. 19 ഫുൾ ഓപ്ഷൻ ഒന്നും അല്ലേ? XZ A+, ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും. കിലോമീറ്ററോ? 60,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ തന്നെ അല്ലേ? ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15ന്റെ ഉള്ളിൽ മൈലേജ് അല്ലേ? മാത്രമല്ല ഇതിന്റെ ക്വാളിറ്റിയാണ് മെയിൻ. കംപ്ലൈന്റും ഉണ്ടാവില്ല, ഒന്നും വരില്ല. 5 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്താ പ്രൈസ്? 5,80,000 രൂപ. 5,80,000. അടിപൊളി. 19 വണ്ടി അല്ലേ? അതും ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടി. 5,80,000 രൂപയ്ക്ക് ഒരു റീപ്ലേസ്മെന്റും ഇല്ല, വൃത്തിയുള്ള വണ്ടി. ഓക്കെ. അപ്പോൾ എന്തായാലും പിന്നെ അതാ ഇവിടെ വേറെ ബ്രസർ ഇരുന്നിട്ട് എല്ലാം കൂടി ഞാൻ കാണിക്കാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ അവിടെ എക്കോസ്പോർട്ട് ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മുഴുവനും i20 മുതൽ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി അത് നമുക്ക് കാണിക്കാനുള്ള വേമ്പ. നമുക്കൊരു മാരുതിയുടെ പൈസ, അതായത് സ്വിഫ്റ്റിൻ്റെ പൈസക്ക് നല്ല അടിപൊളി ഒരു വെന്യൂ കാണിച്ചു കൊടുത്താലോ? 2019 മോഡൽ. 19 ആണ്. ഇത് ഓട്ടോമാറ്റിക് മാനുവൽ ആണ്. SX 1 ലിറ്റർ ടർബോ. അടിപൊളി. 1 ലിറ്റർ ടർബോ ആണ് അല്ലേ? മൈലേജും ഉണ്ടാവും, പവറും എല്ലാം ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇതിൽ? ഒരു സാധനമില്ല, ഒന്നുമില്ല. അടിപൊളിയായിട്ട് നല്ല വൃത്തിയുള്ള വണ്ടി. അത് ഈ 1 ലിറ്റർ ടർബോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരുപാട് ആൾക്കാർ നോക്കുന്ന സാധനം അല്ലേ? കാരണം മൈലേജ് ഉണ്ട്, പവറും ഉണ്ടാവും. പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, സൺറൂഫ് വരെ വരുന്നുണ്ട് ഈ പ്രൈസിലെ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാം ഉണ്ട് അല്ലേ? 6,95,000 രൂപ നമ്മൾ റേറ്റ്. 6,95,000 കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് കൊടുക്കാം അല്ലേ? കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള 19 മോഡല്. റീപ്ലേസ് ഇല്ലെന്ന് ഉറപ്പല്ലേ? അടിപൊളി. ഇതൊക്കെ വേണമെങ്കിൽ നോക്കിക്കോട്ടെ. 6,95,000 സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വാറണ്ടിയും കിട്ടും. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. ഇതാണെങ്കിലോ? ഇത് 2017 മോഡൽ ടിഗോറിലെ എക്സെന്റ് ഓപ്ഷൻ, അതായത് ഏറ്റവും ടോപ്പിന്റെ വണ്ടി. അലവിലും എല്ലാ സാധനങ്ങളും, ടയർ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. പക്ഷേ പഴയ ഷേപ്പ് ആണെന്നുള്ളൂ. മോഡൽ 17 ആയതുകൊണ്ട് അല്ലേ? 17 മോഡൽ. 3 കിലോമീറ്റർ 50,000 ഓടിയിട്ടുള്ളൂ. 50 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ അല്ലേ? അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ. ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ളൊരു വണ്ടി അല്ലേ? ഇത് മാനുവൽ അല്ലേ? മാനുവൽ. എന്താ വില? 3,90,000 കൊടുക്കാം. അത് എന്തെങ്കിലും കുറയൂലേ? ചെറുതായിട്ട്. വീഡിയോ നിങ്ങളെ എല്ലാവർക്കും കൊടുക്കണ്ട. വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് പറയുന്നവർക്ക് മാത്രം കൊടുത്തായി കേട്ടോ. വിവേചനായി പോകും. അത് കുഴപ്പമില്ല. വീഡിയോ കണ്ടു വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എപ്പോഴും വേണം. അപ്പോൾ 3,90,000 നിങ്ങൾക്ക് അതെടുത്തോണ്ട് പോകാം. അതുപോലെ തന്നെ നല്ല കിടിലൻ ഒരു BRV. ഞാൻ കുറച്ച് കാലങ്ങൾക്കിടയിൽ ഇത്രയും വൃത്തിയുള്ളൊരു വണ്ടിയാണ്. ഡീസൽ 7 സീറ്റർ. അതായത് ഈ സാധനം ഒന്നാമത് കുറവാണ് അല്ലേ? പിന്നെ വൃത്തിയുള്ള ഡീസലും കുറവാണ്. അതെ, ഡീസൽ കുറവാണ്. പെട്രോൾ ഉള്ളത്. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടി കേട്ടോ. ഒരു ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന 7 സീറ്ററിൽ ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ? 16 പറഞ്ഞേ മോഡലാ? മോഡൽ 17 അല്ലേ? 17 ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി കേട്ടോ. ഫുൾ ഓപ്ഷൻ ആണോ? V ആണ്.
വി, അതായത് VX തൊട്ട് അതെ. ഫുള്ള് തൊട്ട് താഴെ വരും. പക്ഷേ ഇതിൽ അലോയ്സും കാര്യങ്ങളൊക്കെ ഇതിലും വരും. ഒരുവിധം എല്ലാം ഉണ്ട് അല്ലേ? ആ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത വരുള്ളൂ. ചെറിയ ലെതർ ആ അങ്ങനെയുള്ള സാധനങ്ങൾ വരും. ശരി. അപ്പം ഇതിന്റെ വിലയും കൂടി കേട്ടെ. ഇതിന്റെ വില 780. 780. കാരണം അതൊരു എന്താ പറയുക മാന്യമായ വില എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ സാധനം ഇത്രയും ക്വാളിറ്റികൾ കിട്ടൂല. 7 സീറ്റർ അല്ലേ? 17 എർട്ടിഗന്റെ പ്രൈസ് പോലും വരുന്നില്ല. വേറൊരു കേസ് ഉണ്ട്. ഇപ്പൊ ഒരു ഇന്നോവേന്റെ ഉപയോഗം നടക്കുന്നു അല്ലേ? മാത്രമല്ല എർട്ടിഗന്റെ വില പോലും വരുന്നില്ല. 17 ഇന്നോവയ്ക്ക് ഇപ്പോൾ 10-14 ലക്ഷം രൂപ കൊടുക്കണ്ടേ? അത് വെച്ച് നോക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനാണെങ്കിൽ അടിപൊളി വണ്ടി അല്ലേ? നമ്മൾ ഏതായാലും ഇത്രയും കാണിച്ചിരിക്കുന്ന നല്ല അടിപൊളി ഒരു വെന്യൂ ഡീസലും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? ഇത് മോഡലോ 2020 മോഡലാണ്. 20 അല്ലേ? ഇത് ഫുൾ ഓപ്ഷനാ? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് SX ആയിരുന്നു. ഇത് SX ഓപ്ഷനിലാണ്. 60,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 6 എയർ ബാഗ് മുതൽ 6 എയർ ബാഗ് ഉണ്ടാവില്ല, 4 എയർ ബാഗ് അല്ലേ? ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പച്ച കളർ ആട്ടോ, ഒരു മിലിറ്ററി ഗെയിം പോലത്തെ സാധനമാണ്. കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ടൊക്കെ തോന്നുന്നു. ഇത് 60 ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ, അതായത് 20 മോഡൽ അല്ലേ? 2020 മോഡൽ SX ഓപ്ഷൻ DC. സോറി അതെ. ഇതിൽ സീറ്റ് വെന്റിലേഷൻ വരുമോ? സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല അല്ലേ? പക്ഷെ വണ്ടി അടിപൊളി സാധനം കേട്ടോ. ഒരു 20ന്റെ മേലെ മൈലേജ് കിട്ടും. കോമ്പാക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള വണ്ടി. എന്ത് വിലയുണ്ട് ഇതിന്? നമ്മൾ റേറ്റ് ഇട്ടത് 8.5 ലക്ഷം രൂപ. 8.5. ഇത് ഈ വണ്ടി നല്ല ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അത്രയും നീറ്റാ. അതൊരു നല്ല കോസ്റ്റ്ലി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. അതായത് ഇവിടെ കിടക്കുന്ന ഈ വിൽക്കേണ്ട വണ്ടികളുടെ മുഴുവൻ താക്കോലെടുത്ത് ഓരോന്നും തുറക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നടപടിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണേ. ഫോട്ടോസും എല്ലാം അയച്ചു കൊടുക്കൂലേ? ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാഫ് നമുക്ക് ഇവിടെ എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അതെ അറ്റൻഷൻ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതെ. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വയനാട്ടിലേക്ക് നല്ല തണുപ്പാണല്ലേ? ഒന്ന് വരിക വണ്ടി. അതെ അതെ. ഇവിടെ അപ്പൊ ആർക്കെങ്കിലും വേണേ പോകുന്നുണ്ടല്ലേ? അപ്പൊ ക്ലൈമറ്റ് ഒക്കെ ആസ്വദിക്കാം, വണ്ടി എടുക്കാം. അപ്പൊ എന്തായാലും 8.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ? ഡീസൽ വണ്ടി വേണം നോക്കിക്കോട്ടോ. നിതിൻ ബ്രോ, നമ്മൾ ഏതായാലും കുറെ വണ്ടികൾ കുറച്ച് മോഡൽ കൂടി ഇത് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കാണിച്ചില്ല. കുറച്ച് മോഡൽ കുറഞ്ഞ വില കുറഞ്ഞ കുറഞ്ഞ വണ്ടികൾ 2009 മോഡൽ റിഡ്സ്. അതായത് ഈ ഒരു നിലയിൽ കിടക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം അങ്ങനത്തെ വണ്ടികൾ തന്നെയാണ്. എല്ലാം ഒന്നും കാണിക്കുന്നില്ല, കുറച്ചെണ്ണം കാണിച്ചു കൊടുക്കാം അല്ലേ? പെട്ടെന്ന് കാണിച്ചു കൊടുക്കാം. ഇത് 2009 മോഡൽ റിഡ്സ് ഡീസലാണ്. 9 പേപ്പർ ഉണ്ടോ? 29 വരെ പേപ്പർ ഉണ്ട്. അടിപൊളി ഡീസലാണ് അല്ലേ? ഡീസലാണ്. മൈലേജ് ഒക്കെ കിട്ടും. അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള. 1,10,000 കിലോമീറ്റർ. ഓക്കെ. ഈ 9-1-10 ജെനുവിൻ ആയിരിക്കുമോ? ഉറപ്പ് പറയണ്ട അല്ലേ? ഒരു പരിധി വരെ നമ്മൾ പറയുന്നില്ല. എന്താ വെച്ചാൽ കമ്പനി സർവീസ് ഒക്കെ ഈ വണ്ടിക്ക് 68,000 വരെ എങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററി എടുത്തപ്പോൾ കിട്ടിയത്. ശേഷം ഉള്ളത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ചിലപ്പോൾ വ്യത്യാസങ്ങൾ കാര്യമുള്ളൂ. വണ്ടി നല്ലോണം ഓടിച്ചു നോക്കി ചെക്ക് ചെയ്ത് കംപ്ലൈന്റ് നോക്കി എടുക്കാം അല്ലേ? എനിക്ക് ആരുടെ വാറണ്ടി ഒന്നും തരാൻ പറ്റില്ല 9 ആയതുകൊണ്ട്. വില കൂടി പറയാതെ 1.75 9 വണ്ടിക്ക് അല്ല. ഇത് ഇപ്പൊ നമുക്ക് ഈ സെയിൽസ് പർപ്പസിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ ഓപ്ഷനാണ്. മൈലേജ് ഉണ്ടാവും, പിന്നെ ഈ ഫീൽഡ് പോകും, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഒരു 1 ലക്ഷം ഒക്കെ ശ്രീരാമ ലോൺ കിട്ടുമോ? ലോൺ കൊടുക്കാം. ലോൺ ശ്രീരാം ഇപ്പോൾ ഈ 2009 കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അതൊക്കെ വേണ്ടവർ നോക്കി എടുത്തോളൂ അല്ലേ? നല്ല പലിശ വരും. ഒക്കെ അന്വേഷിച്ചിട്ട് എടുത്തോളൂ. അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ? ഈ അൾട്ടോ എങ്ങനെയാ? അല്ല വണ്ടി നല്ല വൃത്തി ഉണ്ടല്ലോ. വണ്ടി അത് ബുക്കിംഗ് ആണ് ഇപ്പോൾ ഓൾറെഡി. ആണ്. ഓക്കെ. വേറെ അൾട്ടോ കിടപ്പുണ്ടോ? വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ 2013 മോഡലാണ്. 13 ആണല്ലേ? ചെറിയ ചെറിയ സ്ക്രാച്ചസ് ചോദിച്ചാൽ വേറെ ചെയ്യാനുണ്ട്, വൃത്തിയാക്കാനുണ്ട്. നമ്മൾ എക്സ്ചേഞ്ചിന് എടുത്താണ്, ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് കൊടുക്കും ഞങ്ങൾ 70,000 രൂപ കൊടുക്കും. 13 വണ്ടിയാ? 13 വണ്ടി. 13 കൊണ്ട് 70 രൂപ കൊടുക്കാം അല്ലേ? ഇതിപ്പോ ഈ മേളയിൽ തന്നെ നമ്മളെടുത്ത് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. അതെ അല്ലേ? വണ്ടി അവിടെ ഇന്നലെ പർച്ചേസ് ചെയ്ത് ഇങ്ങോട്ട് കയറ്റിട്ടുള്ളൂ. കംപ്ലീറ്റ് ഇടിച്ച് പറഞ്ഞൊന്നുമല്ല. ബമ്പർ സൈഡിലൊക്കെ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെന്ന് വാഷ് ചെയ്തിട്ട് പോലും ഇല്ല. 13 മോഡൽ അല്ലേ? 70 രൂപ നല്ല ബെനിഫിറ്റ് റേറ്റ് അല്ലേ? ലോ ബഡ്ജറ്റ് വണ്ടികൾ എന്തായാലും അവസാനിക്കുന്നില്ല. കുറച്ചെണ്ണം കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ വാഗണർ ഏതാ മോഡൽ? 2009 29 വരെ പേപ്പറുള്ള വണ്ടി. പേപ്പറൊക്കെ ഉണ്ടല്ലേ? അതായത് പെട്രോൾ ആണ്. അത്യാവശ്യം എന്താ പറയാ, മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ എല്ലാവർക്കും അറിയുന്ന കാര്യം. ഓടിയാൽ മതിയല്ലോ. ഫാമിലിക്കാരെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് അന്നും വാഗണർ അല്ലേ? ഇതിപ്പോ വില എത്ര വരും? ഇതിന് ഓൾട്ടോന്റെ വില 1.10. 1.10. അതായത് 2009 പേപ്പറുള്ള വണ്ടി അല്ലേ? നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി കാണാൻ. കുറച്ച് പൊടി ഉണ്ടെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ നല്ല തിളങ്ങും കേട്ടോ. ഇനി ഇതാണെങ്കിലോ സാൻഡ്രോ? 2020 മോഡൽ സാൻഡ്രോ. 20. ഇത് കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടി. 20 60 മോശമൊന്നുമില്ല അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള, കംപ്ലൈന്റ് ഇല്ലാത്ത. ഇത് റേറ്റോ? 380. വാറണ്ടിയും കൊടുക്കാം അല്ലേ? ചെറിയൊരു നെഗോസിയേഷനും ഉണ്ടാവും ചെറുതായിട്ട്. അതെ. ഇതോ? കിഡ് 2018 മോഡൽ വണ്ടി. 18 ആണ്. ലോ കിലോമീറ്റർ 29,000 ഓടിയിട്ടുള്ളൂ. മാനുവൽ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? 29. ഇത് ഇപ്പൊ ഞാൻ കഴിഞ്ഞോട്ടെ, നമ്മൾ ഈ പറഞ്ഞാൽ ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഇനി ചെറിയ റീപ്ലേസ് ചെയ്തോണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഒത്തിരി സ്റ്റോക്ക് ഒരുമിച്ച് കൊണ്ട് വന്നു. അതെ. പിന്നെ നമ്മളതല്ലാത്ത വണ്ടികളും ഉണ്ടാവും. ഇപ്പോൾ ഇവാലുവേഷൻ ചെയ്ത ആൾക്കാർ വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ വിളിച്ചിട്ടുണ്ടോ ഈ വണ്ടിക്ക് റീപ്ലേസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത് ചെക്ക് ചെയ്ത് പറയാൻ പറ്റും. ഞാനത് ചെക്ക് ചെയ്തിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. അതായത് ഇത്രയും വണ്ടി ഉള്ളപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൺ സ്റ്റോക്ക് മാത്രമല്ലാതെ കുറച്ച് നമുക്ക് പാർക്ക് ആൻഡ് സെയിൽ ആയിട്ടുള്ള കുറച്ച് വണ്ടികളും ഉണ്ട്. അതൊക്കെ ഒരു നമ്മൾ എടുക്കുന്ന വണ്ടികളൊക്കെ നമ്മൾ ആ 140 പോയിന്റ് ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് വെക്കുക. ഈ പാർക്ക് ആൻഡ് സെയിൽ വണ്ടി ഈ ഒരു
ഈ ഒരു ടൈം നോർമലി നമ്മളൊരു പാർക്കൻസൈൽ വാങ്ങിക്കുമ്പോൾ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് വെക്കുക. ഓക്കെ. അല്ലാത്തപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു കോ ഡീലർ ഇപ്പോൾ നമ്മൾ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡീലേഴ്സ് ഉണ്ടാവും. അവരൊരു 10 വണ്ടി ഒന്നിച്ച് കൊണ്ടുപോയിടുന്ന സമയത്ത് നമുക്കതിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ വൺ ബൈ വൺ കോൺടാക്ട് ചെയ്താൽ കൃത്യം ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്തായാലും 18 മോഡൽ ലോ കിലോമീറ്റർ കിട്ടി വില എത്ര ഉണ്ട്? 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ അല്ലേ? അതും വിത്ത് വാറണ്ടിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വീൽ ബേസ് ഒക്കെ ഉള്ള നല്ല വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജീപ്പിന്റെ ഉപയോഗം നടക്കുന്ന കാറില്ലേ? 2016 മോഡൽ TUV മാനുവൽ ഡീസൽ. ഓക്കെ, മാനുവൽ ഡീസൽ നല്ല വണ്ടി കേട്ടോ, മോശമൊന്നുമില്ല. ഇത് മേജർ തട്ടുമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതിലുമില്ല. അതായത് ഈ മേജർ എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ അപ്രോണോ കാര്യങ്ങൾ, ചെറിയ ബമ്പറും കിമ്പറൊക്കെ എന്തായാലും മാറൂല്ലേ? സ്വാഭാവികമല്ല, ഒന്നും വലിയ കുറ്റാന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ നമുക്ക് എന്താ വില? 5 ലക്ഷത്തിന് താഴെ 4,90,000 രൂപയ്ക്ക് 2016 മോഡൽ 7 സീറ്റ്. 490 എനിക്ക് തോന്നുന്നു 16 സ്വിഫ്റ്റിന് ഇപ്പോഴും വില ഇല്ലേ? ഉണ്ടാവും. 5 ലക്ഷത്ത് കുറച്ചിട്ട് 16 സ്വിഫ്റ്റ് കിട്ടൂല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഡീസൽ വണ്ടിയാണ്, ഇത്രയും വലിയ വണ്ടിയാണ് 7 സീറ്റ് ആണ്. അതെ, 490 എടുത്തോണ്ട് പോവാ, ഫുൾ ലോണും കിട്ടും കേട്ടോ. ഈ മോഡൽ കൂടിയ വണ്ടിയൊക്കെ ഒരുവിധം എല്ലാം ഫുൾ ലോൺ തന്നെ കയറും അല്ലേ? ഒരു പരിധി വരെയൊക്കെ. നമുക്ക് എന്താ പറയുക, ഈ മാരുതി വണ്ടികളൊന്നും അങ്ങനെ കയറൂല, വാല്യൂഷൻ കുറവായിരിക്കും. നേരെ മറിച്ചിട്ട് ഇപ്പൊ ഈ മഹീന്ദ്രന്റെ വണ്ടികൾ, ടാറ്റന്റെ വണ്ടികൾ, അതൊക്കെ ആകുമ്പോൾ നമുക്ക് പുതിയ വണ്ടിക്ക് നല്ല വില ഉള്ളതുകൊണ്ട് വാല്യൂഷൻ നന്നായിട്ട് കിട്ടും. അതിനനുസരിച്ച് പറയുമ്പോ ഒന്നല്ല അത്രയും വലിയ മുതലില്ലേ? ഇതാണെങ്കിലോ ഈക്കോ 2011 മോഡൽ 5 സീറ്റർ AC. വൃത്തിയുണ്ട് അല്ലേ? നല്ല വണ്ടിയാ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ കച്ചവടം പരിപാടിയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത് എന്താ പറയുക, ഈ ഈക്കോമാരുള്ള വണ്ടികളൊന്നും ഇപ്പൊ അങ്ങനെ കിട്ടുന്നില്ല. ഉള്ളത് ഭയങ്കര വിലയാണ്. അത് ക്വാളിറ്റി ഉള്ളതില്ല. വണ്ടി ഉണ്ടാവും ഇഷ്ടം. നിങ്ങൾ പറഞ്ഞില്ലേ 2014 മോഡൽ വണ്ടിയാ, സിംഗിൾ ഓണർഷിപ്പാ. എന്താ വില ഇതിന്? നമ്മൾ റേറ്റ് 2,05,000. 2.5 അല്ലേ? ഒക്കെ ചെറിയൊരു നെഗോസിയേഷൻ എന്തായാലും. എന്താ പറയുക, ഈ ഈക്കോ ഒക്കെ നമ്മൾ എടുക്കാൻ നോക്കുന്ന സമയത്ത് ഒക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും സെയിൽ പർപ്പസിന് അങ്ങനെ ഓടി തളർന്ന വണ്ടികളായിരിക്കും. ഇത് സിംഗിൾ ഓണർഷിപ്പ്, ഒരു ഫാമിലി യൂസ് ചെയ്ത വണ്ടിയാണ്. ടാക്സി അല്ലാത്ത വണ്ടി അല്ലേ? അതെ, 92,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ശരി. ഇതിൽ പിന്നെ വേറെ കേസ് കേട്ടോ, പറയുമ്പോ പറയും ഇതിലും കുറച്ചൊക്കെ വണ്ടി കിട്ടുന്നു, തപ്പി നോക്കണം. വണ്ടി കണ്ട് മനസ്സിലാക്കട്ടെ. നോക്കണ മാത്രമല്ല, തപ്പി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ വണ്ടിന്റെ ക്വാളിറ്റി എന്തായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടികളാണ്. പിന്നെ വേറെ കേസ് ഉണ്ട്, ഇപ്പൊ ഇതൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുറെ എണ്ണം നോക്കിയിട്ടുണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് ശരി കേട്ടോ. ഇപ്പൊ ഈക്കോ എന്ന് പറയുന്ന ഒരു വണ്ടി എടുക്കുന്ന ആള് ആ ഒരു സെഗ്മെന്റ് മാത്രമായിരിക്കും നോക്കണ്ട. ആ ഒരു വണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള വണ്ടി മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഒരു സ്വിഫ്റ്റ് എടുക്കുന്ന ആൾ ചിലപ്പോൾ i20 നോക്കുന്നുണ്ടാവും, ഗ്രാൻഡ് ഐറ്റം നോക്കുന്നുണ്ടാവും, ടിയാഗോ നോക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഈക്കോയിൽ തന്നെ ചിലപ്പോൾ അന്വേഷിച്ച് നടക്കുന്ന ആൾ ഒരു 5 എണ്ണം കണ്ടിട്ടുണ്ട്. വേറെ കേസ് കൂടി പറഞ്ഞുതരാം. ഇതൊക്കെ അത്യാവശ്യം പണി വന്നാൽ കുറച്ച് പൈസ ഇറങ്ങുന്ന സാധനം. 10 രൂപ നിങ്ങൾ കൂടുതൽ കൊടുത്താൽ ഈ നല്ല വണ്ടി എടുക്കും. അതെ എനിക്ക് പറയാനുള്ളൂ അല്ലേ? ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ഇൻട്രോയിൽ വെറുതെ പറഞ്ഞല്ല, അതായത് ഇത്രയധികം വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു പരിപാടി അല്ലേ വന്നിട്ടില്ല. അപ്പൊ വരുന്ന കസ്റ്റമേഴ്സും ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞു, ഇത്രയും വണ്ടികൾ വെച്ചിട്ട് ഇവിടെ ഒരു കണ്ടിട്ടില്ല. നടന്നിട്ടില്ല, അത് ഉറപ്പാണ്. കാരണം ഇത്രയും വണ്ടിയുടെ നമ്പർ ഒരു ഓൾമോസ്റ്റ് ഒരു 250-ലധികം വണ്ടികളുണ്ട്. 40,000 രൂപ മുതൽ മേളിലോട്ട് എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികൾ. പുത്തൻ വണ്ടി വേണമെങ്കിൽ പുത്തൻ വണ്ടി ഉണ്ട്. ഇപ്പൊ കുറച്ച് വില കുറഞ്ഞ പഴയ വണ്ടി 40,000 രൂപയ്ക്ക് വേണമെങ്കിൽ അതും ഉണ്ട്. ഒരാൾ ഇവിടെ വന്നാൽ കൺഫ്യൂഷൻ ആയിട്ട് പണ്ടിറങ്ങി പോകുന്നതാണ് എന്റെ പ്രശ്നം അല്ലേ? എല്ലാ പ്രൈസ് റേഞ്ചും ഉണ്ട്, എടുത്തു പോകാൻ പറ്റും. അതെ, എല്ലാ ആൾക്കാർക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കേസ് ഉണ്ട് കേട്ടോ, നിങ്ങൾ യൂസ് കാറൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 10 രൂപ കൂടിയാലും നല്ല വണ്ടി എടുക്കുക. അതാകുമ്പോൾ പിന്നെ വേറെ പണിയൊന്നും വരാനില്ല അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരുപാടെണ്ണം ഇവിടെ ഇല്ലേ ഇപ്പം നിലവിൽ? വണ്ടികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 250 വണ്ടിയോളം നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടി ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഞാൻ ഉദ്ദേശിച്ച വണ്ടി ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. അതിൽ തന്നെ എല്ലാത്തിലും 2-3 മോഡൽ വെച്ചിട്ട് ഇപ്പോൾ i20 ആണെങ്കിൽ ഒരു 8ഓളം മോഡൽ നമ്മൾ എടുത്തിട്ടുണ്ട്. 8 വണ്ടിയോളം i20 മാത്രമുണ്ട്. ഈ ടെറാനോ ആണെങ്കിൽ ടെറാനോ ഒരു 3 വണ്ടി ഉണ്ട്. ഡസ്റ്റർ ഉണ്ട് ഒരു 3-4 വണ്ടി. ഇനോവ ഉണ്ട് 2-3 വണ്ടി. നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ എല്ലാം ഒന്നും കാണിച്ചില്ല, ഞാൻ കുറച്ചെണ്ണം ചുമ്മാ അതിൻ്റെ ഇടയിൽ നമുക്ക് പെറുക്കി ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ വരിക, നിങ്ങൾ വന്നിട്ട് ഞാൻ പറയുമ്പോൾ ജസ്റ്റ് വന്ന് നോക്കിക്കോ. കാരണം ഈ എൻക്വയറി ചെയ്യുമ്പോൾ എത്രത്തോളം അത് വർക്കൗട്ട് ആവുമെന്ന് പറയാൻ പറ്റില്ല. വന്ന് നോക്കുമ്പോൾ വണ്ടിൻ്റെ ക്വാളിറ്റി കാണാൻ പറ്റും. വിലയിൽ നിങ്ങൾക്ക് മാക്സിമം ചെയ്ത് തരും, വാറണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. അടിപൊളി വണ്ടി തരുള്ളൂ. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉറപ്പ്. അതായത് ഡിസംബർ 31 തീയതി വരെ ഇവരിവിടെ ഉണ്ടാവും അല്ലേ? അതെ. ചുമ്മാ വരിക, വയനാട്ടിൽ നല്ല തണുപ്പൊക്കെയാണ്. ഒരു ദിവസം താമസിച്ച് വണ്ടിയൊക്കെ നോക്കിയിട്ട് പോവാം അല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓൾമോസ്റ്റ് ഈടായി തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഷോറൂമിലായിരിക്കും ബാക്കിയുള്ള വണ്ടികളുണ്ടാവും. കൈനാട്ടി തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റേ റിലയൻസ് ഫാമിന്റെ നേരെ ഓപ്പോസിറ്റ് കൈനാട്ടി ജംഗ്ഷനിൽ നമ്മളിപ്പോൾ ബൈപ്പാസിലാണ് വരുന്നെങ്കിൽ ബൈപ്പാസ് വന്ന് ഇറങ്ങി ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിന്റെ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ്, റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ പമ്പിന്റെ അടുത്താണ് നമ്മളെ ഷോറൂം ഉള്ളത്. ഓക്കെ, എന്തായാലും ലൊക്കേഷൻ ഒന്നും അറിയാനൊന്നുമില്ല, നേരെ ടൗണിലേക്ക് പോലെ കേട്ടോ. ആരോട് വെച്ചാലും കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ എന്തായാലും എപ്പിസോഡ് നിർത്തുകയാണ്. റീൽസൊക്കെ വരുന്നുണ്ട്, കയറി കാണാൻ മറക്കണ്ട. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും